ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. അതിലെ 16-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ അധ്യായത്തിൽ ഒരു സ്വർഗമുണ്ടെന്നും ഒരു നരകമുണ്ടെന്നും കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ്. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണെന്നാണ്. കാരണം ധനവാനായ മനുഷ്യനും ദരിദ്രനായ മനുഷ്യനെയും കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ദരിദ്രൻ ദുഃഖിതനാണ്, സ്വന്തം വീടില്ലാത്തവനാണ്, ആര്യമില്ലാത്തവനാണ്, രോഗിയാണ്. അവന് ചികിത്സിക്കാനോ രോഗസൗഖ്യം കൊടുക്കാനോ അല്ലെങ്കിൽ അവനെ ഒരു നല്ല ആഹാരം കൊടുത്ത് നല്ല വസ്ത്രം ധരിപ്പിച്ച് ജീവിപ്പിക്കാനോ ഒന്നും ആർക്കും മനസ്സില്ല, കഴിയുന്നില്ല. എന്നാൽ ധനവാനാകട്ടെ നല്ല മണിമാളികയിൽ നല്ല സുഖ സൗകര്യങ്ങളിൽ ഒക്കെ ജീവിക്കുകയാണ്. എന്നാൽ രണ്ടുപേരും മരിച്ചു. ധനവാൻ്റെ സ്ഥിതി എന്താണ് നമുക്കറിയാം. അവന് യാതനാസ്ഥലമായ സ്ഥലത്ത് ചെന്നു, അല്ലേ? അവിടെ കിടന്നുകൊണ്ട് അവൻ യാതനകൾ അനുഭവിക്കുകയാണ്. എന്നാൽ ദരിദ്രൻ, ദുഃഖിതൻ, വേദന അനുഭവിക്കുന്നവൻ, രോഗിയായിരുന്നവൻ, സ്വന്തമായി വീടില്ലാത്തവൻ, എല്ലാവരാലും തള്ളപ്പെട്ടവൻ നിത്യതയിൽ അതേ സ്വർഗം, അല്ലേ, അബ്രഹാമിൻ്റെ മടിയെന്ന് പറയുന്ന സ്വർഗത്തിൽ ചെല്ലുവാനിടയായി. അപ്പം തിരുവചനത്തിൽ നമ്മൾ ദൈവം തരുന്ന ദൂതിതാകുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകാം, കഷ്ടങ്ങളുണ്ടാകാം, ദാരിദ്ര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തിരിക്കാം, സ്വന്തമായിട്ടെല്ലാം ഉണ്ടാകാം. ദൈവം ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം അനുഭവിക്കുന്നതെല്ലാം സ്വതന്ത്രത്തോടെ അനുഭവിച്ചുകൊണ്ട് ഒരു വെറുപ്പും ആവലാതെയും കൂടാതെ, കർത്താവേ നീ ചെയ്തതിനും തന്നതിനും നന്ദി, തുടർന്നും നിൻ്റെ കൃപ കൂടിയിരിക്കണമേ. ഈ ആണ്ട് അവസാനിക്കാൻ പോവുകയാണ്. ഈ മാസം കർത്താവേ ഇതിൻ്റെ 6-ാം മാസത്തിൻ്റെ ആ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. 7-ാം മാസം ആരംഭിക്കുകയാണ്. ഞങ്ങൾക്കൊരു വിടുതലുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഈ ഭൂമിയിൽ ഞങ്ങൾക്കൊരു സന്തോഷവും ആനന്ദവും ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ടല്ലോ. അത് നൽകുവാൻ നീ വിശ്വസ്ത ദൈവമാകിയാൽ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തെങ്കിൽ കർത്താവെ ഒരു സമർപ്പണത്തോടെ ഞാൻ ആയിരിക്കുന്നു. ആ ദരിദ്രൻ ക്ഷീണിതനായിരുന്നു, ദുഃഖിതനായിരുന്നു, എന്നാൽ മരിച്ച നിത്യതയിൽ ചേർക്കപ്പെട്ടെങ്കിൽ അതുപോലൊരു ജീവിതാനുഭവം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ഒരു നിത്യതയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ കൃപയാൽ നിൽപ്പാനും വിശ്വാസത്തോടെ ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണം. കർത്താവ് മഹത്വം എടുക്കണമേ. കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ, ഈ തിരുവൻ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.